ഹേയ്, ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hi everyone, welcome to Lecture School Plus. This is Miroshna, your economics faculty. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ആണ്, നാളെ എക്കണോമിക്സിൻ്റെ എക്സാം ആണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എക്സാം എഴുതാൻ വേണ്ടി. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ആകെ 3 ചാപ്റ്ററേ ഉള്ളൂ. അത് മൈക്രോ എക്കണോമിക്സിന് മാത്രമുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. എന്നാലും നമുക്കൊന്ന് റിവൈസ് ആയിട്ട് നമുക്ക് നാളത്തെ എക്സാം എഴുതാം. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഇതിൽ കുറച്ച് പോർഷൻസ് പഠിക്കാം. അപ്പോൾ 3-ൽ 2 ചാപ്റ്റർ ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് നമുക്ക് നാളെ രാവിലെയും ലൈവ് സെഷൻ ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ അതിൻ്റെ ബാക്കി നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. അതുപോലെ റിവിഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന അതിൻ്റെ കൂടെ നമുക്ക് പ്രീവിയസ് ഇയർ വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ ഒരു സെഷൻ ഇരിക്കുകയാണെങ്കിൽ, അതേപോലെ നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഇരിക്കുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്സ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്ന് ഈ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യാം, നാളെ ഒന്ന് എക്സാമിന് പോകുന്നതിനോ ഒന്നുകൂടി ഒന്ന് മറിച്ച് നോക്കാൻ വേണ്ടിയാന്ന് വെച്ചാൽ ഒന്ന് വിട്ടു പോവാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെ? ചെറിയൊരു ചാപ്റ്റർ ആണ്. ശരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമുക്കിപ്പോൾ 3 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. സോ ഫസ്റ്റ് ചാപ്റ്ററിലും നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നോക്കാം. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ കൺസ്യൂമർ ബിഹേവിയർ, തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇത് 3 നമുക്ക് കവർ ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്, മെയിനായിട്ട് പഠിക്കാനുള്ളത് സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിൽ വരുന്ന സെൻട്രൽ പ്രോബ്ലം എന്താണ് ഇന്ന് നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഏത് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ആൻസർ പഠിക്കുന്നതിലും ബെറ്റർ നമ്മൾ ഈ കോൺസെപ്റ്റ് അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് പ്രോബ്ലം ഓഫ് ചോയ്സ്. ഇതാണ് നമ്മുടെ സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇക്കോണമി. എല്ലാവരും ജോയിൻ ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വന്ന് ജോയിൻ ചെയ്യാൻ പറയാം. നമുക്ക് ഒരുമിച്ചിരുന്ന് ഇതൊന്ന് പഠിച്ചിട്ട് നാളെ എന്ത് ചെയ്യാം, എല്ലാവർക്കും നല്ല മാർക്കോടെ ഇക്കണോമിക്സ് നമുക്ക് പ്രാവശ്യം പൊളിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാം. അപ്പം നമ്മൾ ഇന്ന് സൗണ്ട് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇക്കോണമി എന്ന് പറയുമ്പോൾ പ്രോബ്ലം ഓഫ് ചോയ്സ്. ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ സാധനങ്ങളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതാണ് പ്രോബ്ലം ഓഫ് ചോയ്സ്. നമ്മൾ കടയിൽ പോയി ഞാൻ ചെയ്യുന്നില്ലേ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇത് വെച്ച് കുറേ സാധനം വാങ്ങിക്കണം അല്ലേ? ഇതിൽ എന്ത് വാങ്ങിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ലേ? സോ ദാറ്റ് ഈസ് പ്രോബ്ലം ഓഫ് ചോയ്സ്. ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് നമുക്ക് എന്തുകൊണ്ടാണ് വന്നത്? ഇപ്പം എൻ്റെ കയ്യിൽ അൺലിമിറ്റഡ് പൈസ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ എനിക്ക് പ്രോബ്ലം ഓഫ് ചോയ്സ് ഇല്ല, ഞാൻ എല്ലാം വാങ്ങിക്കും അല്ലേ? എനിക്കവിടെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിസോഴ്സസ് സ്കാസ് ആണ്. നമ്മുടെ കയ്യിൽ റിസോഴ്സസ് സ്കാസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കൺസ്യൂമറിൻ്റെ കേസാണ്. കൺസ്യൂമറിൻ്റെ കേസിൽ റിസോഴ്സ് സ്കാസ് ആണ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾക്ക് പ്രോബ്ലം ഓഫ് ചോയ്സ് വന്നു. പ്രൊഡ്യൂസറിൻ്റെ കേസ് നോക്ക് നിങ്ങൾ. ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്, ഇത് 4 ഇയാളുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് തീരുമാനിക്കണം. ബിക്കോസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം അയാൾക്ക് ചെയ്യാൻ പറ്റില്ല, അയാളുടെ കയ്യിൽ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. ഇത് വെച്ച് ആൾക്കാർക്ക് ആവശ്യമുള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് തീരുമാനിക്കണം അല്ലേ? ഇതാണ് പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഇക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം ഓഫ് ചോയ്സിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തെ, ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ഇത് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ആർക്ക് വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. 3 കാര്യങ്ങളാണ്. 3 ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒന്നാമത്തെ ക്വസ്റ്റിനിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ പ്രൊഡ്യൂസർ തീരുമാനിക്കുകയാണ്, ഓക്കെ എൻ്റെ കയ്യിൽ ഇത്ര റിസോഴ്സസ് ഉണ്ട്, ഇത് വെച്ച് ഞാൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രം തീരുമാനിച്ച പോലെ അയാൾ വിചാരിക്കണം, ഓക്കെ ഞാൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കൂടി തീരുമാനിക്കണ്ടേ. 2-3 പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഓരോന്നും എത്ര. അപ്പം അതിൻ്റെയൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്, ആൾക്കാർക്ക് എന്താ ആവശ്യം നോക്കിയിട്ടല്ലേ, ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലേ? സോ അതാണ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസറിൻ്റെ കേസിൽ വരാം, അല്ലെങ്കിൽ ഒരു
ഇക്കോണമിയിലെ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, ചിലപ്പോൾ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഓക്കെ എല്ലാവരുടെയും വെൽബീയിങ് വേണം, അപ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം എന്നുവെച്ചാൽ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കണോ പാവങ്ങൾക്ക്, അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ അല്ലെങ്കിലും കൺസെഷൻ റേറ്റിൽ റേഷൻ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കണം. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഹെൽത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്റർ വഴി ഹെൽത്ത് സർവീസസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 8th സ്റ്റാൻഡേർഡ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഗവൺമെൻറ് സ്കൂൾസിൽ. അപ്പോൾ ഇതൊക്കെ ഡിസിഷൻസ് എടുക്കുന്ന ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്, ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്ത് ടെക്നോളജി യൂസ് ചെയ്യണം. രണ്ട് തരം ടെക്നോളജി വരുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മെഷീൻസ് യൂസ് ചെയ്യുന്നു. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഹ്യൂമൻ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നു. ഇതിൽ ഏത് ടെക്നോളജി വെച്ച് വേണം നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തേന്ന് പറയുന്നത്, ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസേഴ്സ് മാത്രം ഡിസിഷൻ എടുക്കുന്നതെന്ന് വിചാരിച്ചോ നിങ്ങൾ. അങ്ങനെ ഒരു ഇക്കോണമീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. പ്രൊഡ്യൂസർ ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പൈസ കൊടുത്ത് ഇത് വാങ്ങിക്കാൻ റെഡി ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ പാവങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല. ഇനി അവിടെ ഗവൺമെൻറ് വിചാരിക്കണം ഓക്കെ ഇങ്ങനെ പോയാൽ പറ്റില്ല, എല്ലാവർക്കും സാധനങ്ങൾ എത്തിക്കണം എന്ന് വിചാരിച്ചാൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ആൾക്കാർക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയൊക്കെ എന്ത് ചെയ്യും, സാധനങ്ങൾ എത്തിക്കും. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ്. ഈ ഉണ്ടാക്കിയ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, പൈസ ഉള്ളവർക്ക് മാത്രം കിട്ടിയാൽ മതിയോ, അത് എല്ലാവരിലേക്കും എത്തിക്കണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് സർവീസസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡിസിഷൻസ് ഗവൺമെൻറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് ഒരു ടേം പഠിക്കാണ്ട് ഇതിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ കുറേ റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് വെച്ച് പ്രൊഡ്യൂസറിന് എന്ത് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ പഠിക്കാനുള്ള ഈസി പർപ്പസിന് വേണ്ടി നമ്മൾ 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് വിചാരിക്കും. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ട്, ലേബർ ഉണ്ട്. കെ എന്ന് വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക സാധാരണ ക്യാപിറ്റലും ഉണ്ട്, ലേബറേഴ്സും ഉണ്ട്. ഈ ക്യാപിറ്റലും ലേബറേഴ്സും വെച്ച് പ്രൊഡ്യൂസർ 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കണം. ഈ 2 ഗുഡ്സ് പല കോമ്പിനേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ. ഇതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഒരു എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ, കോൺ പ്രൊഡ്യൂസ് ചെയ്യുക, കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ. അപ്പോൾ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ കോട്ടൺ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം, 10 യൂണിറ്റ് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ കയ്യിലെ ലാൻഡ് ലേബറും വെച്ചിട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോട്ടൺ കുറച്ചിട്ട് കോണും കൂടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 1 യൂണിറ്റ് കോണും 9 യൂണിറ്റ് കോട്ടണും. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്സ് കോണും 7 യൂണിറ്റ് കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 3 യൂണിറ്റ് കോണും 4 യൂണിറ്റ് കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് 4 യൂണിറ്റ് കോണും 0 യൂണിറ്റ് കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ട് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഔട്ട്പുട്ട്സ്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ ഞാൻ എന്ത് പറയും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ട് എന്ന് പറയും. നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോട്ടൺ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കണ്ടോ, കോട്ടൺ മാത്രം പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ആകുമ്പോൾ കുറച്ച് കോണും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. കുറച്ച് കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സി ഓപ്ഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ട്, കോൺ കുറച്ചുകൂടി പ്രൊഡ്യൂസ് ചെയ്തു, കോട്ടൺ കുറച്ചു. നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ അതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഇനി ഒരു ടേം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. ഇതന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട്. എനിക്ക് വേണ്ടി ഇത് ബാങ്കിലിടാം, അല്ലെങ്കിൽ 10 ലക്ഷം വെച്ച് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ബാങ്കിൽ ഇടുവാണെങ്കിൽ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുമായിരുന്ന പ്രോഫിറ്റ് എനിക്ക് കിട്ടാതെ പോയി. ഇനി ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്കിലിട്ടാൽ കിട്ടാമായിരുന്ന ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാതെ പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നിൻ്റെ ഗുണം നമുക്ക് നഷ്ടപ്പെടും. ഇതിന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അത് ഒറ്റ സെൻറ്റൻസിൽ എഴുതിയാൽ മതി, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനായി. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ 3 പ്രോബ്ലംസ് ഇല്ലേ, പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. അത് ഓരോ ടൈപ്പ് ഓഫ് ഇക്കോണമിയിൽ എങ്ങനെ സോൾവ് ചെയ്യപ്പെടുന്നു. ഒന്നാമത്തെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഓർ സെൻട്രൽ അതോറിറ്റി. അവരാണ് ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ തീരുമാനിക്കുന്നത്. 3 ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം,
അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസിഷൻ എടുക്കുന്ന പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ ഇതിൻ്റെ ഒക്കെ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ അതോറിറ്റിയാണ്. അപ്പോൾ ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടി ആരുടെ പേരിലായിരിക്കണം? ഗവൺമെൻറ് കയ്യിലായിരിക്കണ്ടേ? എല്ലാ റിസോഴ്സസ് ഗവൺമെൻറ് കയ്യിലായിരിക്കണ്ടേ? അപ്പോൾ ഇവിടെ പബ്ലിക് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ആൾക്കാർക്കൊന്നും ബിസിനസ്സോ ഇല്ല. എല്ലാ പ്രോപ്പർട്ടീസും ഓൺ ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ത് ചെയ്യും? അതിനകത്ത് എല്ലാ ഡിസിഷൻസും ഗവൺമെൻറ് തന്നെ എടുക്കും. ഇത്രയേ ഉള്ളൂ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുന്നത്. അടുത്ത മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഗവൺമെൻറ് കയ്യിലൊന്നുമില്ല, എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഡിസിഷൻ ഒന്നും എടുക്കുന്നത് ആരുടെ ഡിസിഷൻ എടുക്കുക? ആരാ ഡിസിഷൻ എടുക്കുന്നത്? പ്രൈവറ്റ് പേഴ്സൺസ് അല്ലേ? പ്രൊഡ്യൂസേഴ്സാണ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എങ്ങനെ ഡിസിഷൻ എടുക്കുക എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്? അതിനാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. പ്രൈസ് മെക്കാനിസത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബേസിൽ എന്നുവെച്ചാൽ ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുകയാണ്, സാധനം കിട്ടാനില്ല, അപ്പോൾ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും അല്ലേ? സാധനം കിട്ടാനില്ലാത്തപ്പോൾ പ്രൈസ് കൂടും. പ്രൈസ് കൂടെ കണ്ടാൽ പ്രൊഡ്യൂസറിന് അറിയാം, ഓക്കെ സാധനം കിട്ടാനില്ല, ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഒരു സാധനം കുറേ ഉണ്ട് മാർക്കറ്റിൽ, ആരും വാങ്ങിക്കാനില്ല, അപ്പോൾ എന്ത് അതിൻ്റെ വില കുറയും. വില കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് മനസ്സിലായി, ഓക്കെ ഇതിനി പ്രൊഡ്യൂസ് ചെയ്യേണ്ട, ഇത് കുറേ ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. ഇതിനാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഇതിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും. ഓക്കെ, ഫോഴ്സസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയും, എന്ത് വേണമെങ്കിലും പറയാം ഇതിന്. ഇതാണ് മാർക്കറ്റ് ഇക്കോണമി. ഇവിടെ ഗവൺമെൻറ്റിന് ഒരു റോളും ഇല്ല. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ചേർന്നാണ് മിക്സ്ഡ് ഇക്കോണമി. നമ്മുടെ ഇന്ത്യ ഒക്കെ മിക്സ്ഡ് ഇക്കോണമിയാണ്. ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ആൾക്കാർ ബിസിനസ് നടത്തുന്നില്ലേ? ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ? അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് പ്ലസ് പബ്ലിക് പ്രോപ്പർട്ടി ഉണ്ട്. ചില ഇതൊക്കെ ഗവൺമെൻറ് കയ്യിലായിരിക്കും. ഫോർ എക്സാമ്പിൾ റെയിൽവേ ഗവൺമെൻറ് കയ്യിലാണ്, ഡിഫൻസ് ഗവൺമെൻറ് കയ്യിലാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് ഗവൺമെൻറ് എടുക്കും. ഡിസ്ട്രിബ്യൂഷനിൽ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? റേഷൻ ഷോപ്പ് വഴി പാവങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അല്ലല്ലോ അത് എത്തിക്കുന്നത്, ഗവൺമെൻറ് ആണ് എത്തിക്കുന്നത്. പിന്നെന്താ, ഗവൺമെൻറ് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 8ാം ക്ലാസ് വരെ. പിന്നെ എന്ത് ചെയ്ത് ഹെൽത്ത് കെയർ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ത്രൂ ഫ്രീ ആയിട്ട് ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റും ഉണ്ട് അവിടെ, പ്രൈവറ്റ് പേഴ്സൺസും ഉണ്ട്. ഇതാണ് മിക്സ്ഡ് ഇക്കോണമി. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഈ 3 ഇനി നെക്സ്റ്റ് 2 ടേംസും കൂടി കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. പോസിറ്റീവ് ആൻഡ് നോമേറ്റീവ് ഇക്കണോമിക്സ് ആണ് ഒരു ടേം. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, നോമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് ഷുഡ് ബി, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഷുഡ് ബി, അല്ലെങ്കിൽ വാട്ട് ഓട്ട് ടു ബി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഈ സാധനം ഇത്രയാണ് മാർക്കറ്റിൽ സപ്ലൈ ഉള്ളത്, ഇത്ര യൂണിറ്റ്സ് ആണ് മാർക്കറ്റിൽ സപ്ലൈ ഉള്ളത്. അതൊരു ഫാക്റ്റ് പറഞ്ഞു. വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇക്കണോമിക്സ് ആണ്. ഇനി ഞാൻ പറയാണ്, ഓക്കെ ഇത് ഇത്ര പോരാ, ശരിക്കും ആൾക്കാർക്ക് ഇതിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് 1000 യൂണിറ്റ്സ് അല്ല 3000 യൂണിറ്റ്സാണ് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോമേറ്റീവ് ഇക്കണോമിക്സ് ആയി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സെൻറ്റൻസ് ഇത് പോസിറ്റീവ് ആണ് നോമേറ്റീവ് ആണ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഷുഡ് എന്നൊക്കെയുള്ള വേർഡിൻ്റെ എന്തായിരിക്കും നോമേറ്റീവ് ആയിരിക്കും. ഹൗ ഇറ്റ് ഷുഡ് ബി, വാട്ട് ഓട്ട് ടു ബി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നോമേറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ഫാക്റ്റ് ആണോ പറയുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നാണോ പറയുന്നതെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ സ്റ്റഡിയാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഇൻ എൻ ഇക്കോണമി. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രിഗേറ്റ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ എന്താണ് പറയുക അതിന്, ഇക്കോണമി ആസ് എ ഹോൾ എന്ന് പറയാം. നമുക്ക് ഒരു ഇക്കോണമിയെ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന് മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ഇക്കോണമിയിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിനെ പറ്റി പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സിനെ പറ്റി നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ പറ്റി സ്റ്റഡി ചെയ്യണം. ഈ പ്രൊഡ്യൂസർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇനി ആ കൺട്രിയിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും കൂട്ടി എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? മാക്രോ എക്കണോമിക്സ് ആണ്. കണ്ടോ, ടോട്ടൽ ഔട്ട്പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇക്കണോമിക് ഏജന്റ്, ഒരു പ്രൊഡ്യൂസർ ആവാം, ഒരു കൺസ്യൂമർ ആവാം, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്താണത്? മൈക്രോ എക്കണോമിക്സ് ആണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ. ഒരു ഇൻഡിവിജ്വൽ, ഒരു ഹൗസ് ഹോൾഡ്, ഒരു ഫേമിനെ പറ്റിയൊക്കെ പറഞ്ഞ മൈക്രോ ആണ്. നാഷണൽ ഇൻകം, ഗവൺമെൻറ്, നേഷൻ, വേൾഡ് ഇതൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ പഠിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് ചോദിച്ചതെന്ന് നോക്കാം, ആ കോൺസെപ്റ്റ് തറവാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ നോട്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താണ് നമ്മുടെ പ്രോബ്ലം ഓഫ് ചോയ്സ്, അതിലെ 3 ക്വസ്റ്റ്യൻ അത് സിമ്പിളായിട്ട് എഴുതി വെക്കുക എന്താണതെന്ന്. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഫ്രണ്ടിയർ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അല്ലെ ഓരോ ഇക്കോണമിയിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യപ്പെടുന്നു. ഈ എഴുതി വെച്ച് ഏറ്റവും സാധനം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലേ?
പോസിറ്റീവ് ആൻഡ് നോമേറ്റീവ് ഇക്കണോമിക്സ് വാട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഷുഡ് ബി. ഇത്ര എഴുതി വെച്ചാൽ മതി നിങ്ങളെ ഷോർട്ട് നോട്ടിൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ എഴുതിക്കുവാണെങ്കിൽ എന്നിട്ടും ക്ലിയർ ആണെന്നില്ല ഒരു എക്സാമ്പിൾ മാത്രം എഴുതി വെക്കാം. അതിൻ്റെ കൂടെ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് 2 എക്സാമ്പിളും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആയി അല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതി കൊടുത്താൽ മതി. ബാക്കി എക്കണോമിക്സിലൊന്നും നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി, സംഭവം അതിനകത്ത് ഉണ്ടായാൽ മതി. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഇക്കണോമിക് ടേം ദ അലോക്കേഷൻ ഓഫ് സ്കാസ് റിസോഴ്സസ് ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ എക്കോണമി അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് ചോയ്സ് അല്ലേ. സ്കാസ് റിസോഴ്സസ് വെച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കിയത് സപ്ലൈ ചെയ്യുന്നതിന് എന്ത് നമ്മൾ പറയുന്നത്, എന്താ അത് പ്രോബ്ലം, എന്താ അതിന് പറയുന്നത്, പ്രോബ്ലം ഓഫ് ചോയ്സ് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മൾ വരച്ചില്ല ഇപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് കർവ്. ഇതിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഈ രീതിയിലല്ലേ വന്ന ABC എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താണ്, കോൺകേവ് ടു ദ ഒറിജിൻ ആണ് അതിന്റെ ഷേപ്പ് വരുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ മാർക്കറ്റ് ഇക്കോണമി സോൾവ്. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഗവൺമെന്റ് ഇല്ല. ആരാണ് സോൾവ് ചെയ്യുന്നത്? അപ്പം സെൻട്രൽ പ്ലാനിങ് ഇല്ല, പ്രൈസ് അല്ലേ സോൾവ് ചെയ്യുന്നത്, റൈറ്റ്. ഇത് പല രീതിയിൽ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുണ്ടാവുമെങ്കിൽ അതെടുക്കണം, പ്രൈസ് എന്നുണ്ടെങ്കിൽ അതെടുക്കണം, മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഏതാണ് അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ആൻസർ കൊടുത്താൽ മതി. നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻടു 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ആൻഡ് മാക്രോ ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. ഇന്ത്യൻ ഇക്കോണമിയെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇക്കോണമി ഹാസ് എ ഹോൾ പറഞ്ഞു, എന്താ അത്, മാക്രോ ഇക്കണോമിക്സ് അല്ലേ. നിങ്ങൾ ആൻസർ പറയണേ ഇവിടെ. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ അവിടെ ആൻസേഴ്സ് പറയാം. ഞാൻ പിന്നെ നിങ്ങൾക്ക് കുറെ ലാഗ് അടിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ആൻസേഴ്സ് ഒക്കെ പറയുന്നൊക്കെ. നെക്സ്റ്റ്, an unexpected lorry strike caused the price of vegetables to rise. വെജിറ്റബിളിന്റെ പ്രൈസിനെ പറ്റി മാത്രം പറയുന്നത്, അപ്പൊ അത് മൈക്രോ ആണ്. ഓക്കെ, മൊത്തം പ്രൈസിനെ പറ്റി പറയുന്നില്ല. റീസെന്റ് RBI റെഡ്യൂസ്ഡ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പൊ RBI ക്യാഷ് റിസർവ് റേഷ്യോ റെഡ്യൂസ് ചെയ്ത ഒരാളെയാണ് അഫക്ട് ചെയ്യുന്നത്, economy completely effective. So that is macroeconomics. Next, Madras Cements Limited planning to add 40 ton to its existing production capacity. Madras Cements Limited നെ പറ്റി മാത്രം പറയുന്ന, ഒറ്റ പ്രൊഡ്യൂസറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആൻഡ് മാർക്കറ്റ് ഇക്കോണമി. നമുക്കറിയാമല്ലേ, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ആരുടെ ഡിസിഷൻ എടുക്കുന്നത്, ഗവൺമെന്റ്. മാർക്കറ്റ് ഇക്കോണമിയിൽ ആരുടെ ഡിസിഷൻ എടുക്കുന്നത്, മാർക്കറ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം. നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഈ 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 പ്രോബ്ലം ഓഫ് ചോയ്സിൽ വരുന്ന വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ഇറ്റ് ഈസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഫോർ ഹൂം ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസിഷൻ എടുക്കുന്നത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ആരാണ്, ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റി ആണ്. മറ്റേതിലാണെങ്കിൽ എന്താ ഡിസിഷൻ എടുക്കുന്നത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ പ്രൈസ്, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ മതി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ഇൻഡിവിജ്വൽ യൂണിറ്റ്. ആഗ്രിഗേറ്റും ഇൻഡിവിജ്വൽ യൂണിറ്റ്സും പഠിക്കുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സിന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ സ്റ്റഡി എന്താണ്, മൈക്രോ. ആഗ്രിഗേറ്റിൻ്റെ സ്റ്റഡി എന്താണ്, മാക്രോ. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറയാം. സോറി. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഇക്കോണമി എന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ മതി. ഇപ്പം മൈക്രോ എക്കണോമിക്സിലാണെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം നമുക്ക് പറയാം. ഓക്കെ, മാക്രോ എക്കണോമിക്സിലാണെങ്കിൽ ഇൻഫ്ലേഷൻ, നാഷണൽ ഇൻകം, ഇതൊക്കെ പറയാം. പ്രൈസ് ഓഫ് ആപ്പിൾ, ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇക്കണോമിക്സിലെ ടേംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The curve representing various combination of any 2 goods an economy can produce with available resource. എന്തായിരുന്നു കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്? നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയ എന്ന് പറയും. നെക്സ്റ്റ്, an investigation in economics concerned with rather than what ought to be. What ought to be എന്ന് പറഞ്ഞാൽ എന്താ, what is in an investigation in economy concerned with it is what it is ആണ്, rather than what ought to be. വാട്ട് ഇറ്റ് ഈസ്, ought to be അല്ലാതെ വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളതിനെ പറ്റി ആൻസർ പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഇക്കണോമിക്സ് ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റഡ് ആണ്, ശ്രദ്ധിച്ചിട്ട് ആൻസർ പറയാം. ഇപ്പം ഞാൻ കൂടി കൺഫ്യൂഷൻ ആയേനെ. നെക്സ്റ്റ്, an economic system in which basic problems are solved through planning. ആരാ പ്ലാനിങ് നടത്തുന്നത്? ഗവൺമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൂടിയുണ്ട്, സോഷ്യലിസ്റ്റ് ഇക്കോണമി.
ഓക്കെ, സെൻട്രലി പ്ലാൻഡ് ഒരു പേര് കൂടിയുണ്ട് സോഷ്യലിസ്റ്റ് ഇക്കോണമി. നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഇക്കോണമിക്ക് ഒരു പേര് കൂടിയുണ്ട് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഓക്കെ, എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ, ക്ലാസിഫൈ ദം അണ്ടർ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ മാക്രോ ആക്കാനാണ്. RBI ഫോർമുലേറ്റഡ് ഇറ്റ്സ് മൈക്രോ മാനിറ്ററി പോളിസി. RBI പോളിസി ഫോർമുലേറ്റ് ആരെ എഫക്ട് ചെയ്യും? എല്ലാവരും എഫക്ട് ചെയ്യും. അപ്പോൾ മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, സോറി മാക്രോ എക്കണോമിക്സ് എല്ലാവരും എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സ്. നാഷണൽ ഇൻകം റെക്കോർഡഡ് ദ ഹയസ്റ്റ് ലാസ്റ്റ് ഇയർ. നാഷണൽ ഇൻകം നേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ്. ശ്യാം പർച്ചേസ് ന്യൂ മൊബൈൽ. ശ്യാം മൊബൈൽ പർച്ചേസ് ചെയ്താൽ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. സോ മൈക്രോ എക്കണോമിക്സ്. ഇൻഫ്ലേഷൻ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഫിക്സ്ഡ് ഇൻകം ഓഫ് പീപ്പിൾ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഫക്ട് ചെയ്യുന്നതാണ്. സോ മാക്രോ എക്കണോമിക്സ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് എ ഫേം റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ഇഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഒരു ഫേമിന്റെ കാര്യം പറയുന്നത്. സോ മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. ഇത്രയും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആൻസർ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ പറഞ്ഞ ഇതൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് സമയം ഉണ്ടാവും. എന്തായാലും ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് രാത്രി ഇരുന്നിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ എന്ത് ചെയ്യാം, ഞാൻ ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. തിരിച്ചു പോയിട്ട് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ, ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ഞാൻ സിമ്പിളായിട്ട് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം കിട്ടും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിവൈസ് ചെയ്യാനും കൂടി സമയം കിട്ടും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഇത് എല്ലാ ഇക്കണോമിക്സിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ തലയിൽ ഉണ്ടായിരിക്കണം. യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന സാധനത്തിന് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഇല്ലേ? നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങി, അതിന് എന്ത് പവറാണ് ഉള്ളത്? നമുക്ക് ഫ്രണ്ട്സിനായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് അവിടെ ആ സാധനം നമുക്ക് തന്നു അല്ലേ, ആ ഒരു നീഡ് അവർ സാറ്റിസ്ഫൈ ചെയ്ത് തന്നു. സോ ദാറ്റ് ഈസ് യൂട്ടിലിറ്റി. നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആ സാധനം വാങ്ങിക്കുമ്പോൾ. ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറയാം. ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടത്തിലിരിക്കുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. സ്ട്രോങ്ങർ ഡിസയർ ആണെങ്കിൽ ഗ്രേറ്റർ ദ യൂട്ടിലിറ്റി. ഓക്കെ, പിന്നെ യൂട്ടിലിറ്റി ഓരോ സമയത്തും വേറെ വേറെ ആയിരിക്കും. ഒരാൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, എനിക്ക് ബിരിയാണി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്നു. അടുത്തയാൾക്ക് ബിരിയാണി ഇഷ്ടമല്ല, അവർക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തന്നു. അപ്പോൾ സെയിം കമോഡിറ്റിന്ന് ഡിഫറെൻറ്റ് പീപ്പിളിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി സെയിം കമോഡിറ്റിയും ഡിഫറെൻറ്റ് പീപ്പിൾ അല്ല, സെയിം കമോഡിറ്റി സെയിം പീപ്പിൾ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാനൊരു ഐസ്ക്രീം കഴിക്കുകയാണ്. ഈ ഐസ്ക്രീം ഞാൻ തണുപ്പത്ത് കഴിക്കുന്നതും ഐസ്ക്രീം വേനൽക്കാലത്ത് കഴിക്കുന്നതും നമ്മൾ ഡിഫറെൻ്റ് ഇല്ലേ? ഐസ്ക്രീം ഞാൻ ഇപ്പോൾ ഒരു ഡെസേർട്ടിൽ പോയി കഴിക്കുന്നത്, ഐസ്ക്രീം ഞാനൊരു എന്താ പറയുക, ഒരു മൂന്നാർ പോലത്തെ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഒരു മനാലി പോലത്തെ ഒരു പ്ലേസിൽ പോയി കഴിക്കുന്നത് നമ്മൾ ഡിഫറെൻ്റ് അല്ലേ? സോ അതാ പറഞ്ഞാൽ പ്ലേസും ടൈമിനനുസരിച്ച് യൂട്ടിലിറ്റി മാറും. സെയിം പേഴ്സൺ സെയിം കമോഡിറ്റി ആണെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ യൂട്ടിലിറ്റിയെ പറ്റി മനസ്സിലാക്കിയാൽ മതി. ഇനി യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? യെസ്, ഇക്കണോമിക്സ് നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ അനാലിസിസ് വെച്ചാണ് നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്. നമുക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഇത് നമ്മൾ അളക്കുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക്സ് 2 അനാലിസിസ് ഉണ്ട്. ഒന്നാമത്തെ കാർഡിനൽ. കാർഡിനൽ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് അല്ല, അസംഷൻ ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് നമ്പറിൽ പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് പറയാൻ പറ്റണം, എനിക്ക് ഇതിൽ നിന്ന് 100 150 എന്താ നമ്മുടെ ഇഷ്ടം പോലെ അല്ലേ, എനിക്ക് 100 യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി. അപ്പോൾ എന്താണ്, നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കാർഡിനൽ യൂട്ടിലിറ്റി. ഇത് നമുക്ക് പോസിബിൾ അല്ല, അസംഷൻ ബേസ്ഡ് അനാലിസിസ് ആണ്. കണ്ട, അസംഷൻ ആണിത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പോസിബിൾ ആണ് ഓർഡിനൽ യൂട്ടിലിറ്റി. ഓർഡറിൽ പറയാൻ പറ്റും അല്ലേ? എൻ്റെ മുന്നിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർഡറിൽ പറയും, ഇതെനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്, ഇതെനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, ഇത് കുറച്ച് ഇഷ്ടമാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റാങ്ക് കൊടുക്കാൻ ഡിഫറെൻറ്റ് കൺസംഷൻ ബണ്ടിൽ. ഇതിനാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലുള്ള കുറച്ച് ടേംസ് പഠിക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ എന്താ പറഞ്ഞത്, നമ്പറായിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്പറായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? എൻ്റെ കയ്യിൽ കുറേ നമ്പർ ഉണ്ട്. ഓക്കെ, ഞാൻ പറയാണ്, ആ നമ്പറല്ല കേട്ടോ, ഞാൻ പറയാണ്, എനിക്കൊരു ഐസ്ക്രീം കഴിച്ചപ്പോൾ 100 യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ ഒരു 50 യൂട്ടിലിറ്റി കിട്ടി. മൂന്നാമത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ ഒരു 20 യൂട്ടിലിറ്റി കിട്ടി. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഈ 3 കഴിച്ചപ്പോൾ എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി? 170. ഞാൻ അത് ആഡ് ചെയ്ത് പറഞ്ഞു, ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. ഇതിനാണ് ഞാൻ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാർജിനൽ. ഈ മാർജിനൽ എന്നുള്ള വേർഡ് പല സ്ഥലത്തും വരും എക്കണോമിക്സിൽ. അപ്പെല്ലാം നിങ്ങളുടെ മൈൻഡ് വരേണ്ട വേർഡ് അഡീഷണൽ. അഡീഷണൽ യൂട്ടിലിറ്റിക്കാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അഡീഷണൽ യൂട്ടിലിറ്റി എപ്പോൾ കിട്ടാം? അഡീഷണൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുമ്പോഴാണ് അഡീഷണൽ യൂട്ടിലിറ്റി അല്ലേ? അപ്പം
ഡ്യൂ ടു അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പം എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വന്ന മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യം കഴിച്ചപ്പോൾ 100 കിട്ടി, പിന്നെ എത്ര കിട്ടി? 50 കിട്ടി, പിന്നെ 20 കിട്ടി. ഇതിനെല്ലാം ടോട്ടൽ ഞാൻ കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചോ. ആദ്യം 100 ടോട്ടൽ യൂട്ടിലിറ്റി, രണ്ടാമത്തേൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി ഒന്നിൻ്റെ, ഇത് രണ്ടിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി പറയുമ്പോൾ 150. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 170 അല്ലേ? ഈ യൂട്ടിലിറ്റിയിൽ നിന്ന് ചേഞ്ച് അല്ലേ എൻ്റെ അഡീഷണൽ യൂട്ടിലിറ്റി കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി എടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ പുതിയ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ആണ് നമ്മുടെ എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു കണക്ക്. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ബ്രെഡാണ് കഴിച്ചത്. അപ്പോൾ ഒന്നാമത്തെ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ ബിരിയാണി കഴിച്ചു, നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കഴിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത ചിക്കൻ ബിരിയാണി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയണം ഓക്കെ ഒന്നും കൂടി കഴിച്ചോ. അപ്പോൾ ഒന്നും കൂടി എടുത്ത് കഴിക്കുമ്പോൾ ആദ്യത്തിൻ്റെ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ല അല്ലേ? നമ്മൾ നീഡ് അവിടെ സാറ്റിസ്ഫൈ ആയി. ഓക്കെ, രണ്ടെണ്ണം പിന്നെ ഇരുന്ന് കഴിച്ചു, എനിക്ക് ഇഷ്ടമുള്ളതാണല്ലോ. മൂന്നാമത്തെ ബിരിയാണി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയാം അയ്യോ എനിക്ക് വേണ്ടാന്ന് പറയും അല്ലേ? കഴിക്കാൻ പറ്റത്തില്ല. സെയിം, നിങ്ങൾക്ക് ലഡു ഇഷ്ടമാണ്, ലഡു നിങ്ങളൊരു 5-6 ഒറ്റയടിക്കിരുന്ന് കഴിച്ച് നോക്കിയാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. സോ അത് തന്നെയാണ്, നമ്മൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുമ്പം ആദ്യം നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടും, പിന്നെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ യൂട്ടിലിറ്റി കുറയും. പിന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെനിക്ക് വേണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തും. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഉണ്ട് 70, 40, 20, 10, 5 മൈനസ് എത്തി. പിന്നെ ഇതിനാണ് നമ്മൾ ഇതിങ്ങനെ കുറഞ്ഞു വരുന്നില്ലേ, ഇതിന് നമ്മളൊരു പേര് പറയും, അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്ലൈൻസ് ആസ് ഇറ്റ്സ് കൺസംഷൻ ഇൻക്രീസസ്. ഇത് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും അല്ലേ? സെയിം ആണ്. നമുക്കിപ്പോൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും എന്ത് കൺസ്യൂം ചെയ്യുമ്പോൾ സെയിം ആയിരിക്കില്ലേ? ഇപ്പം നമുക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, സെയിം ടൈപ്പ് ഓഫ് ഡ്രസ്സ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിനോട് ഇഷ്ടം പോയി അല്ലേ? നമുക്ക് എന്താണ്, എന്തായി കഴിഞ്ഞാലും നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി നമുക്കില്ല, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. സോ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഡാറ്റ നിങ്ങൾ നോക്കിയാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തിയിട്ട് പിന്നെ കുറഞ്ഞു അല്ലേ? ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തി മൈനസ് കുറഞ്ഞു. മാർജിനൽ യൂട്ടിലിറ്റി എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നേ ഇല്ല, ഡിക്രീസ് ചെയ്ത് പോയിട്ട് നെഗറ്റീവിലെത്തും. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാനുള്ള, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കും, ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി മാറും. ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എവിടെയെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇനി ഡിമാൻഡ് കർവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരാം. ഡിമാൻഡ് കർവ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണെന്നാണ് പറയുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിൻ്റെ റീസൺ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കും, ഈ ഡിമാൻഡ് കർവിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് കർവിൽ കാണിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കടയിൽ പോയി നേരത്തെ പറഞ്ഞ പോലെ ലഡു വാങ്ങിക്കുകയാണ്. അപ്പോൾ ഒരു ലഡു കഴിച്ചപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ പറയണം ഒക്കെ രണ്ടാമത്തെ ലഡു കഴിക്കാമെന്ന് വിചാരിക്കുമ്പം എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. ഞാനിപ്പോൾ അളക്കുമെന്ന് വിചാരിച്ചോ, ഇപ്പം ഞാനൊരു 100 ആണ് എനിക്ക് ഒന്നാമത്തേന്ന് കിട്ടിയ യൂട്ടിലിറ്റി, രണ്ടാമത്തേന്ന് എനിക്ക് 100 കിട്ടാൻ പോണില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ ലഡു വാങ്ങിക്കാൻ ഞാൻ ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലഡുവിന് ഞാൻ 10 രൂപ കൊടുക്കാനൊന്ന് മടിക്കും, ബിക്കോസ് എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ ഒന്നും അതിൽ നിന്ന് കിട്ടാൻ പോണില്ല അല്ലേ? സോ നമ്മൾ പ്രൈസ് കുറയാണെന്നെങ്കിലോ 10 രൂപയുടെ ലഡു നിങ്ങൾക്ക് 5 രൂപയ്ക്ക് വരാണെങ്കിൽ ഓക്കെ വേർത്താണ് അല്ലേ? അത്രയും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ബട്ട് 5 രൂപയാണല്ലോ പർച്ചേസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് വരും. ഇനി 10 രൂപയുടെ ലഡു രണ്ടാമത്തെ വാങ്ങിക്കും, പ്രൈസ് കൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വാങ്ങിക്കുമോ? ഇല്ല, ഒന്ന് ഞാൻ ഓൾറെഡി കഴിച്ചു, ഇനി എനിക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല, പിന്നെ എന്തിനാ ഞാൻ വില കൂടി വാങ്ങിക്കുന്നത്? സോ ഈ ഒരു റീസൺ കൊണ്ടായിരിക്കില്ലേ പ്രൈസ് കൂടുമ്പോൾ ആൾക്കാർ സാധനം വാങ്ങിക്കാത്തത്, പ്രൈസ് കുറയുമ്പോൾ ആൾക്കാർ സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ വാങ്ങിക്കുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കാരണം ഡിമാൻഡ് കർവ് എന്ത് ചെയ്യാം? ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാർഡിനൽ യൂട്ടിലിറ്റി കഴിഞ്ഞ ഓർഡിനൽ യൂട്ടിലിറ്റി. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമുക്ക് വേരിയസ് കൺസംഷൻ ബണ്ടിൽസ് റാങ്ക് ചെയ്യാം. പ്രൊഡക്റ്റ് കമോഡിറ്റി സർവീസ് റാങ്ക് ചെയ്യാന്നല്ല പറഞ്ഞത്, കൺസംഷൻ ബണ്ടിൽ റാങ്ക് ചെയ്യാന്നാണ് പറഞ്ഞത് അല്ലേ? നേരത്തെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ബിക്കോസ് ഇവിടെ നമുക്ക് പറയാനുണ്ട്. സോ കൺസംഷൻ ബണ്ടിൽ റാങ്ക് ചെയ്യാന്നാ പറഞ്ഞത്. എന്താ കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ പോസിബിലിറ്റി അതേപോലെ തന്നെ 2 ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ
ഈ രണ്ട് ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഒരു കൺസ്യൂമർ കടയിൽ പോയി സാധനം വാങ്ങിക്കണം. നേരത്തെ പ്രൊഡ്യൂസറിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഒരു കൺസ്യൂമർ കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ കൺസ്യൂമറിൻ്റെ പൈസ വെച്ച് എന്ത് വാങ്ങിക്കാം, പക്ഷെ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി 2 സാധനം വാങ്ങിക്കുന്നു വിചാരിക്കാം. അപ്പോൾ ഈ പൈസ വെച്ച് ഇയാൾക്ക് വാങ്ങിക്കുന്നുണ്ട് രണ്ട് ഗുഡ്സിന് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസംഷൻ ബണ്ടിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ പോയിട്ട് ഒരു ലഡുവും ജിലേബിയും വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഒന്നിക്ക് ഒരു ലഡു 2 ജിലേബിയും വാങ്ങിക്കാം, അല്ലെങ്കിൽ 2 ലഡു 3 ജിലേബിയും വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 2 ജിലേബി 3 ലഡു വാങ്ങിക്കാം. എന്ത് വേണമെങ്കിലും എനിക്ക് വാങ്ങിക്കാം അല്ലേ, 3 ലഡു 2 ജിലേബി വാങ്ങിക്കാം. അങ്ങനെ എന്ത് ഓപ്ഷൻസും എനിക്കുണ്ട്. ഇതെല്ലാം കൺസംഷൻ ബണ്ടിൽസ് ആണ്. ഇനി ഈ കൺസംഷൻ ബണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ട് 2 ലഡു 3 ജിലേബി ഉണ്ട്, ഇവിടെ 3 ലഡു 2 ജിലേബി ഉണ്ട്. ഇത് രണ്ടും എനിക്ക് ഒരുപോലെയാണ്. എന്ത് കിട്ടിയാലും എനിക്ക് ഓക്കെയാണ്. ബിക്കോസ് എനിക്ക് ഈ ഇതിന്ന് രണ്ടെന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി സെയിം ആണെന്ന് വിചാരിച്ചോ. ഇതിനാണ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് എന്താ? ബിക്കോസ് ഈച്ച് പോയിന്റ് ഓഫ് ദ ബണ്ടിൽ ഗിവ് ദ കൺസ്യൂമർ ഈക്വൽ യൂട്ടിലിറ്റി. ഈക്വൽ യൂട്ടിലിറ്റി കിട്ടുന്ന ഡിഫറെൻറ്റ് ബണ്ടിൽസിനാണ് ഞാൻ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡിഫറൻസ് നമുക്ക് കേർവ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇൻഡിഫറൻസ് കേർവ് എന്നാണ് അതിനെ പറയാം. ഇൻഡിഫറൻസ് കേർവ് വരച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വരാം. ഇവിടെ ഞാൻ ബനാനയും മാംഗോയും വാങ്ങാൻ പോകുന്ന ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബനാനയും മാംഗോ എന്ത് ചെയ്യാം, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബനാനയും മാംഗോ ഞാൻ വാങ്ങിക്കുവാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇപ്പം ഇവിടെ ഞാൻ ബനാനയും മാംഗോ വാങ്ങിക്കുകയാണ്. ബനാന എനിക്ക് 15ഉം മാംഗോ 1 ആണ് ഒന്നാമത്തെ കോമ്പിനേഷൻ. ഇതെനിക്ക് രണ്ടാമത്തെ കോമ്പിനേഷനിലേക്ക് 12 മാംഗോവും 2 ബനാനയാണ്. ഇതും എനിക്ക് ഒരുപോലെയാണ്. 10 മാംഗോ 3 ബനാന കിട്ടിയാലും എനിക്ക് ഒരുപോലെയാണ്. 9 മാംഗോ 4 ബനാന കിട്ടിയാലും എനിക്ക് ഒരുപോലെയാണ്. ഇതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്തു, ഒരുമിച്ച് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബണ്ടിലിനകത്ത് എടുത്തു കഴിഞ്ഞാൽ, ഒരു കേർവിനടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇൻഡിഫറൻസ് കേർവ് എന്ന് പറയും. ഇൻഡിഫറൻസ് കേർവ് നമ്മളിപ്പോൾ കണ്ടില്ലേ, ആ ഡാറ്റ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു ബനാന 15 മാംഗോ ഈ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3:1 റേഷ്യോയിലല്ലേ ഞാനിവിടെ സാക്രിഫൈസ് ചെയ്തത്. 3 മാംഗോക്ക് ഒരു ബനാനല്ലേ സാക്രിഫൈസ് ചെയ്തത്. ഇനി ഇവിടെ എന്ത് ചെയ്തു, ഒരു ബനാനയ്ക്ക് വേണ്ടി ഞാൻ എത്ര സാക്രിഫൈസ് ചെയ്തു, 2 സാക്രിഫൈസ് ചെയ്തു, പിന്നെ 1 സാക്രിഫൈസ് ചെയ്തു. ഈ സാക്രിഫൈസ് ചെയ്യുന്ന റേറ്റ് കുറഞ്ഞു വരുന്നില്ലേ. അപ്പോൾ കുറഞ്ഞു വരുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും, ലോ ഓഫ് ഡിമിനിഷിംഗ് എന്ന് പറയും അല്ലേ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാൽ ഇതിന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത റേറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു വന്നു. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാ സമയത്തും വർക്ക് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എനിക്ക് 2 ചോക്ലേറ്റ് ഉണ്ട്, 2 ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്നിന് പകരം ഒന്നല്ലേ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. സോ ആ സമയത്ത് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പം 1:1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന് അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല, ഇൻഡിഫറൻസ് കേർവിൽ നമുക്ക് ആ കേർവ് വരില്ല, നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. ഇനി കുറേ ഇൻഡിഫറൻസ് കേർവ് ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ ഇൻഡിഫറൻസ് കേർവ് കുറേ എണ്ണം ഒരുമിച്ച് വരച്ചാൽ ഇത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ഇൻഡിഫറൻസ് മാപ്പിൽ മേലോട്ട് പോകുന്നോളം ഹയർ ഇൻഡിഫറൻസ് കേർവ് മീൻസ് ഹയർ യൂട്ടിലിറ്റി ആയിരിക്കും. ഓക്കെ, ഹയർ ഇൻഡിഫറൻസ് കേർവ് എന്ന് പറഞ്ഞാൽ ഹയർ യൂട്ടിലിറ്റി ആണ്. ഇതാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ സാക്രിഫൈസ് ചെയ്യാണ്ട് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ ബനാന നമ്മൾ കൂട്ടുന്നുണ്ടെന്ന മാംഗോ സാക്രിഫൈസും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കേർവ് വരും, ഇൻഡിഫറൻസ് മാപ്പേ വരുള്ളൂ. അപ്പോൾ 10 മാംഗോ ഒരു ബനാനയും 10 മാംഗോ 2 ബനാനയും 10 മാംഗോ 3 ബനാനയും, ഇത് 3ഉം കൂടി ഒരു ഇൻഡിഫറൻസ് കേർവിലാവില്ല, 3 ഇൻഡിഫറൻസ് കേർവ് ആണ് അല്ലേ. സോ ഇതാണ് 3 ഇൻഡിഫറൻസ് കേർവിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് 3ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഇൻഡിഫറൻസ് കേർവ് ഒരിക്കലും ഇൻ്റർസെക്ട് ചെയ്യില്ല. ബിക്കോസ് 2 ഇൻഡിഫറൻസ് കേർവിൽ ഡിഫറെൻറ്റ് യൂട്ടിലിറ്റി ആണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഹയർ യൂട്ടിലിറ്റി ആണ് മേലെ പോകുമ്പോൾ. രണ്ടും കൂടി കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ 2 ഇൻഡിഫറൻസ് കേർവിൽ ഒരേ യൂട്ടിലിറ്റി വരണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഒരു ചാൻസ് വരുന്നില്ല. സോ നമുക്ക് എന്താണ്, 2 ഇൻഡിഫറൻസ് കേർവ് ഒരിക്കലും ഇൻ്റർസെക്ട് ചെയ്യില്ല. ഇൻഡിഫറൻസ് കേർവിൻ്റെ കുറച്ച് പ്രത്യേകത നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിന് ഷേപ്പ് എന്താണ്, നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അതേപോലെ തന്നെ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. മറ്റേത് കോൺകേവ് ആയിരുന്നു, ഇത് കോൺവെക്സ് ആണ്. ഹയർ ഇൻഡിഫറൻസ് കേർവ് ഗീവ്സ് ഹയർ യൂട്ടിലിറ്റി. 2 ഇൻഡിഫറൻസ് കേർവ് ഒരിക്കലും ഇൻ്റർസെക്ട് ചെയ്യില്ല. പിന്നെ 2 ഇൻഡിഫറൻസ് കേർവിൻ്റെ കളക്ഷന് നമ്മൾ എന്ത് ചെയ്യും, അല്ല മോർ ദാൻ 1 ഇൻഡിഫറൻസ് കേർവിൻ്റെ കളക്ഷൻ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കേർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒക്കെ ഈ പോയിന്റ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മളിവിടെ പറഞ്ഞില്ലേ. ഈ കോമ്പിനേഷൻസിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ പൈസ നോക്കാതെ കുറേ കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസംഷൻ ബണ്ടിലാണ്. ഇത് നമ്മൾ കൺസ്യൂമറിൻ്റെ ഇൻകം കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനാണ് കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമറിൻ്റെ കയ്യിലെ പൈസ, അതാണ് ബഡ്ജറ്റ് അല്ലേ. ഈ കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ, ദ സെറ്റ് ഓഫ് ബണ്ടിൽസ് അവൈലബിൾ ടു കൺസ്യൂമർ ഇസ് കോൾഡ് ബഡ്ജറ്റ് സെറ്റ്. അപ്പോൾ എപ്പോഴും അവൈലബിൾ നോക്കുന്നത് നമ്മുടെ പൈസയിൽ ഒതുങ്ങുന്ന ബണ്ടിൽസിന് നമ്മൾ എന്താ പറയും, ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സാധനം വാങ്ങിക്കാൻ പോവാണല്ലോ. അപ്പോൾ ഒന്നിൻ്റെ പ്രൈസ് P1, രണ്ടാമത്തെ പ്രൈസ് P2. ഒരു ഗുഡ്സിന് X1 എന്ന് പേരിട്ടു, രണ്ടാമത്തെ ഗുഡ്സിന് X2 എന്ന് പേരിട്ടു. M എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ പൈസ. അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. P1 X1 + P2 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ 100 റുപ്പീസ് ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 100 റുപ്പീസ് കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 100 റുപ്പീസിൽ കുറവ് സ്പെൻഡ് ചെയ്യാം അല്ലേ. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ 100 റുപ്പീസ് കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതിന് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 100, അപ് ടു ഓർ മണി. ഇനി ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മണി. P1 X1 + P2 X2 ഈക്വൽ ടു മണി ആണെങ്കിൽ അതിനെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. ഓക്കെ, ഈ ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ലൈനിൽ ഇവിടെ കാണിക്കുന്ന ഒരു ഗുഡ്സും ഇവിടെ കാണിക്കുന്ന രണ്ടാമത്തെ ഗുഡ്സും. ഈ ഗുഡ്സിൻ്റെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ പോയിന്റ് ആയത് ഇതിൻ്റെ മാക്സിമം പർച്ചേസ് ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ 100 റുപ്പീസ് ഉണ്ട്. ഒന്നാമത്തെ ഗുഡ്സിന് പൈസ 10 രൂപയും രണ്ടാമത്തിന് 5 രൂപയാണ്. ഇത് മാക്സിമം എത്ര വാങ്ങിക്കാൻ പറ്റും, 100 / 10. ഈ 100ൻ്റെ പേര് M, 10ൻ്റെ പേര് P1, ഇതിൻ്റെ പേര് P2. അപ്പോൾ ഇക്വേഷൻ എന്തായി, M / P1. ഇതെങ്ങനെ കണ്ടുപിടിക്കാം, 100 / 5 അല്ലേ, ദാറ്റ് ഈസ് M / P2. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഗുഡ് 1ന് M / P1, ഗുഡ് 2ന് M / P2. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന് എന്ത് പറയും, M / P2. വെർട്ടിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, P1 M / P2. ഇത്രയേ ഉള്ളൂ ഇതിൽ ബഡ്ജറ്റ് ലൈനിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മൊണോട്ടോണിക് പ്രിഫറൻസ്. മൊണോട്ടോണിക് പ്രിഫറൻസ് പറഞ്ഞാൽ കുറേ ബണ്ടിൽ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്, കൺസംഷൻ ബണ്ടിൽ. നിങ്ങളോടൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ ഏറ്റവും കൂടുതൽ ഗുഡ്സ് ഉള്ളതല്ലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. സോ കൺസ്യൂമർ പ്രിഫർ ദ ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ്സ്. ഏതെങ്കിലും ഗുഡ്സ് എങ്കിലും കൂടുതലുള്ളതേ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുള്ളൂ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിൻ്റെ ഡിസയർ. കൺസ്യൂമറിൻ്റെ സാധനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കൺസ്യൂമറിൻ്റെ കയ്യിൽ അതിനുള്ള മണി ഉണ്ട്, അല്ലെ പർച്ചേസിങ് പവർ ഉണ്ട്, പൈസയുണ്ട്, ആഗ്രഹമുണ്ട്, പോക്കറ്റിൽ വെച്ചിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം, അത് സ്പെൻഡ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാകണം. സോ വില്ലിങ്നെസ്സും ഉണ്ട്. ഓക്കെ, ഇത് വാങ്ങിക്കാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഡിമാൻഡ് എന്ന് പറയും. ഡിസയർ വേണം, ഇൻകം വേണം, പ്ലസ് വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് എന്ന് പറയും. ഇനി ഡിമാൻഡ് കേർവ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് നേരത്തെ കണ്ടു അല്ലേ, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതാണ് നമ്മൾ ഡിമാൻഡ് കേർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കേർവിൽ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഡിമാൻഡ് കേർവ് ആൻഡ് ലോ ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് ഇസ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ റിലേഷൻഷിപ്പ് നെഗറ്റീവ് റിലേഷൻഷിപ്പ്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുണ്ട്. കണ്ടോ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാം, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആണ്. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ എന്താ ഡിമാൻഡിലെ നമ്മൾ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസും അല്ലേ. ക്വാണ്ടിറ്റി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. ക്വാണ്ടിറ്റിക്ക് എക്സ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. പ്രൈസിലുണ്ട മാറ്റം കാരണം ക്വാണ്ടിറ്റിയിൽ എന്ത് വ്യത്യാസം വന്നു, ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇനി ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഫംഗ്ഷൻ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡി ഓഫ് പി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്, പ്രൈസ് ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ആണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു എ മൈനസ് ബി പി എന്ന് തന്നെ പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഡിമാൻഡ് കർവിൻ്റെ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ്, ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ക്യൂ ഈക്വൽ ടു എ മൈനസ് ബി പി. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ പി 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, എ മൈനസ് ബി ഇൻറ്റു 0, ദാറ്റ് ഈസ് എ അല്ലേ വരാം. അതുകൊണ്ട് ഇവിടെ എ വന്നിരിക്കുന്നത്.
ഇനി ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്യൂ 0 ആയിട്ട് എടുക്കുക. 0 ഈക്വൽ ടു എ മൈനസ് ബി പി മൈനസ് എ ഈക്വൽ ടു മൈനസ് ബി പി. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് എടുക്കാം. മൈനസ് എ ഡിവൈഡഡ് ബൈ മൈനസ് ബി ഈക്വൽ ടു പി. അപ്പോൾ ഈ മൈനസും മൈനസും ക്യാൻസൽ ആവും, രണ്ട് മൈനസ് ആയതുകൊണ്ട്. സോ ദാറ്റ് ഈസ് എ ബൈ ബി. ഈ രീതിയിലാണ് നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ. ഇത്ര ഡീറ്റെയിൽ ആയിട്ടും ചോദിക്കില്ല, പേടിക്കണ്ട. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ്, നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. ഇത് നിങ്ങൾ എന്തിൻ്റെ ബേസ്ഡാന്ന് പറഞ്ഞാൽ ഇൻകത്തിൻ്റെ ബേസ്ഡാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കും, ചിലത് കുറച്ച് വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന കൂടുതലാണെങ്കിൽ നോർമൽ ഗുഡ്സ് എന്ന് പറയും. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗുഡ്സ് നമ്മൾ കുറച്ച് വാങ്ങിക്കുന്നുള്ളെങ്കിൽ അതിനെ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ. ഫോർ എക്സാമ്പിൾ നമുക്ക് പൈസ കുറവായ സമയത്ത് നമ്മൾ ചിലപ്പം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കും. നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ലാത്തപ്പം. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അപ്പം നമ്മൾ ഇൻകം കൂടിയപ്പം ക്വാളിറ്റി കുറഞ്ഞ സാധനത്തിന് ഡിമാൻഡ് കുറഞ്ഞു. അതായത് നമ്മളതിൽ പൈസ ഇല്ലാത്തപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചു. പൈസ കൂടിയപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറിലല്ല പിന്നെ യൂസ് ചെയ്യുന്നത്, പിന്നെ എന്താ വാങ്ങിക്കുക, പുതിയ കാർ വാങ്ങിക്കും. സോ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ഇനി ബാക്കി നോർമലി എല്ലാ സാധനങ്ങളുടെയും എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൂടിക്കഴിഞ്ഞാൽ കുറേ ഡ്രസ്സ് വാങ്ങിക്കും, റൈറ്റ്? അങ്ങനെയുള്ള നോർമൽ ഗുഡ്സ് ആണ്. ഇതാണ് നോർമൽ ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. ഇതാണ് ഇൻഫീരിയർ ഗുഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ യൂസ്ഡ് കാസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഇപ്പം നോർമൽ ഗുഡ്സ് ആണ് ഇൻകം കൂടുമ്പോൾ അത് കൂടുതൽ വാങ്ങിക്കും. ഇൻഫീരിയർ ഗുഡ്സ് ആണ് ഇൻകം കൂടുമ്പോൾ അത് കുറച്ച് വാങ്ങിക്കും. ഓക്കെ, നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന. കോംപ്ലിമെന്ററി ഗുഡ്സ് പറയുമ്പോൾ നിങ്ങളെപ്പോൾ ആലോചിക്കേണ്ട കാറും പെട്രോളും ഒരുമിച്ചല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. കാറില്ലാണ്ട് പെട്രോൾ ഉണ്ടായിട്ട് കാര്യമില്ല, പെട്രോൾ ഇല്ലാണ്ട് കാർ ഉണ്ടായിട്ടും കാര്യമില്ല, അല്ലേ? സോ കാറിന്റെ വില കൂടിക്കഴിഞ്ഞാൽ പെട്രോൾ എന്ത് സംഭവിക്കും, ആൾക്കാർ കാർ വാങ്ങിക്കില്ല, പെട്രോളിന്റെ ഡിമാൻഡ് കുറയും. സോ ഇതിനെന്താ സംഭവിക്കുന്നത്, കാറിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ഒന്നിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, കുറഞ്ഞു, അല്ലേ? ഇതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരുമിച്ചല്ല, നമുക്ക് ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ടീ ആൻഡ് കോഫി, ഒന്നിക്ക് ടീ അല്ലെങ്കിൽ കോഫി, അല്ലേ? അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് ടീ കിട്ടിയാലും ഓക്കെയാണ്, കോഫി കിട്ടിയാലും ഓക്കെയാണ്. അപ്പോൾ ഒരു ഷോപ്പിൽ പോയി രണ്ടും 10 രൂപയായിരുന്നു. നമ്മളവിടെ പോയപ്പം ഇപ്പോൾ പറയാണ് ചായക്ക് 12 രൂപയായി. അപ്പം ഞാൻ എന്താ പറയുക, ഓക്കെ എനിക്ക് കാപ്പി മതി. അപ്പം കോഫിയുടെ ഡിമാൻഡ് എന്താ ചെയ്തേ, ഇൻക്രീസ് അല്ലേ ചെയ്തേ. സോ ഇതാണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ഇവിടെ പോയിരിക്കുന്നത്. ഇനി രണ്ട് ടേംസും പറയുന്നത് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിമാൻഡ് കർവ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇവിടെ നമ്മൾ പ്രൈസ് ഉണ്ട്, ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ പ്രൈസ് ഇത്രയായപ്പോൾ ക്വാണ്ടിറ്റി ഇത്രയാണ്. ഓക്കെ, പ്രൈസ് കുറഞ്ഞപ്പം ക്വാണ്ടിറ്റി കൂടി, പ്രൈസ് പിന്നെയും കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടി, പ്രൈസ് കൂടിയപ്പം ക്വാണ്ടിറ്റി പിന്നെയും കുറഞ്ഞു. ഈ പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റില്ലേ. സോ ഇതാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ. ചേഞ്ച് ഓഫ് പ്രൈസ് കൊണ്ട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായ വ്യത്യാസം. ഇനി നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സാധനം, ഓക്കെ, ഇതിന് ഇങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ പ്രൈസ് ഉണ്ടായത്, ഇതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായത്. പെട്ടെന്ന് ഈ സാധനം എന്ത് ചെയ്തു, ട്രെൻഡായി എന്ന് പറഞ്ഞാൽ ഈ സെയിം പ്രൈസിൽ തന്നെ ആൾക്കാർ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഡിമാൻഡ് കർവ്, ആദ്യത്തെ ഡിമാൻഡ് കർവ് ഇവിടെയായിരുന്നു, ഇപ്പം ഡിമാൻഡ് കർവ് തന്നെ മാറി, D1 എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഷിഫ്റ്റ് അല്ലേ സംഭവിച്ചേ. അപ്പോൾ പ്രൈസ് കാരണമല്ല ഇവിടെ ക്വാണ്ടിറ്റി മാറിയത്. അപ്പോൾ ചേഞ്ച് ഇൻ എനി അതർ തിങ് അതർ ദാൻ പ്രൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, റൈറ്റ് വേർഡ് മാറാം, ലെഫ്റ്റ് വേർഡ് മാറാം. ഓക്കെ, ഇനി ഒന്ന് പഠിക്കാനുള്ള മാർക്കറ്റ് ഡിമാൻഡാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ഓൾ കൺസ്യൂമേഴ്സ് ടേക്കൺ ടുഗദർ. ഒരാളുടെ അല്ല, മുഴുവൻ കൺസ്യൂമേഴ്സിന് ഡിമാൻഡ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് നിന്ന് മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ട് കൺസ്യൂമർ ഉണ്ട്, എ ആൻഡ് ബി. അപ്പോൾ കൺസ്യൂമർ എ നമുക്ക് പ്രൈസ് 10 രൂപയായ സമയത്തും പ്രൈസ് 12 രൂപയായപ്പോൾ ഇവർ തമ്മിൽ എന്ത് സംഭവിച്ചു നോക്കാം. ഒരു സാധനത്തിൻ്റെ പ്രൈസ് 10 രൂപയായപ്പം എ 3 ക്വാണ്ടിറ്റി വാങ്ങിച്ചു, ബി 4 ക്വാണ്ടിറ്റി വാങ്ങിച്ചു.
പ്രൈസ് കൂടിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? 2 വാങ്ങിച്ചുള്ളൂ, ഇയാൾ 3 വാങ്ങിച്ചുള്ളൂ. അപ്പോൾ പ്രൈസ് 10 ആയപ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡ് എത്രയാണ്? 7 യൂണിറ്റിനാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായ. 12 ആയപ്പോൾ മാർക്കറ്റിൽ 5 യൂണിറ്റിന് ഡിമാൻഡ് ഉണ്ടായ. ഇനി ഇങ്ങോട്ടേക്ക് വാ. ഇവിടെ നമ്മൾ പ്രൈസ് ഇവിടെ എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ മാർക്ക് ചെയ്തു. പ്രൈസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. സെയിം പ്രൈസിൽ നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയണ്ട അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്തത്? ഈ ക്വാണ്ടിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്തില്ലേ? ക്വാണ്ടിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എന്താ ആഡ് ചെയ്ത? ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലേ നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആക്സിസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയും? ഹൊറിസോണ്ടൽ സമ്മേഷൻ എന്നാണ് നമ്മൾ ഇതിന് പറയുന്ന പേര്. നെക്സ്റ്റ് നമുക്ക് ഡിമാൻഡിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കാനുള്ളത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മാറുമ്പോൾ ക്വാണ്ടിറ്റി മാറും നമുക്കറിയാം. ബട്ട് പ്രൈസ് മാറുമ്പോൾ ക്വാണ്ടിറ്റി എത്ര മാറുന്നു, ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഉണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഉണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഉണ്ട്. ഈ 5 രീതിയിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി വരുന്നുണ്ട്. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇത് എങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? ഇപ്പോൾ പ്രൈസിൽ ഇപ്പോൾ 10% ചേഞ്ച് ഉണ്ടായപ്പോൾ ഡിമാൻഡും 10% തന്നെ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി 1 ആയിരിക്കും. ഇത് പ്രൈസ്, ഇത് ഡിമാൻഡ്. ഓക്കെ, ഇനി പ്രൈസിൽ 10% ചേഞ്ച് വന്നപ്പോൾ ഡിമാൻഡ് നമുക്ക് 20% ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പ്രൈസ് 10% ചേഞ്ച് വന്നപ്പോൾ ഡിമാൻഡ് ഒരു 5% ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് 3 എണ്ണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 10/10 1, 20/10 ഗ്രേറ്റർ ദാൻ 1, 5/10 ലെസ് ദാൻ 1. ഈ രീതിയിലാണ് നമുക്ക് ഇത് വരുന്നത്. ഓക്കെ, ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഇലാസ്റ്റിക്കിൻ്റെ മാക്സിമം പോയിന്റ് ആണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇപ്പം ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഗ്രേറ്റർ ദാൻ 1ന്റെ മാക്സിമം പോയിന്റ് എത്രയാണ്? ഇൻഫിനിറ്റി അല്ലേ? സോ ഇത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ഇൻഇലാസ്റ്റിക്കിൻ്റെ മാക്സിമം പോയിന്റ് ആണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇൻഇലാസ്റ്റിക് എന്താ? ലെസ് ദാൻ 1. ലെസ് ദാൻ 1 ലാസ്റ്റ് പോയിന്റ് എന്താ? 0. സോ ഇത് രണ്ടും ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എക്സാക്ട്ലി ഈക്വൽ ടു പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആണെങ്കിൽ അതിനെന്ത് പറയും? യൂണിറ്ററി എന്ന് പറയും. ഇനി അത് തിരിച്ചിട്ടാണെങ്കിൽ അത് ഓരോന്നും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെഷേഴ്സ് ആണ്. പെർസെൻറ്റേജ് മെത്തേഡുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പെർസെൻറ്റേജ് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഡിമാൻഡ് കർവിൽ കൂടി മെഷർ ചെയ്യുന്നതാണ്. ജോമെട്രിക് മെഷർ ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് മെത്തേഡിൻ്റെ ഇക്വേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡ് ബൈ പ്രൈസ് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇത് രണ്ടും ക്യാൻസൽ ആവും അല്ലേ? അപ്പുറം ഇപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡ് ബൈ പ്രൈസ്. എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യാം. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എങ്ങനെ വരും? ഈ പോയിന്റ് നമുക്ക് എങ്ങനെയാണ് വരാം? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് അല്ലേ? ഈ ഇക്വേഷനാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഈ ക്യൂവും ക്യൂ ഒരുമിച്ചാക്കിയിട്ട് പിയും ബിയും ഒരുമിച്ചാക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അൾട്ടിമേറ്റ്ലി ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാണ്, പ്രൈസ് തന്നിട്ടുണ്ട് ആദ്യം 70 to 80 ആയി, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തായി മാറിയിട്ടുണ്ട്? 90 to 75 ആയി. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? എന്തൊക്കെ ഡാറ്റ വേണം? പി വേണം, ചേഞ്ച് ഇൻ പി വേണം, ക്യൂ വേണം, ചേഞ്ച് ഇൻ ക്യൂ വേണം. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ്. പ്രൈസ് ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ് ഏതാണ്? ഇതാണ് ഒറിജിനൽ പ്രൈസ് 70. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഇതിന് ഡിഫറൻസ് 10. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്വാണ്ടിറ്റി ആദ്യം എത്ര ഉണ്ടായി? 90 ഉണ്ടായിരുന്നു അല്ലേ? 90 75 എന്ന് പറഞ്ഞാൽ 15. ഇനി നമ്മുടെ ഇക്വേഷൻ ഇടാം. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ എന്താ ഇക്വേഷൻ? ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എത്രയാ? 15 ബൈ 90 ഇൻറ്റു 70 ബൈ 10. ഓക്കെ, റൈറ്റ്.
ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ മതി. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വരാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കണം, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അതെന്താ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇത്രേ വരുന്നുള്ളൂ നമുക്ക്. ഇനി നമ്മൾ മെഷർമെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആണ്. ഇത് പ്രോബ്ലം ഒന്നും ചോദിക്കില്ല, ബട്ട് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. എന്താ ഇക്വേഷൻ? നമ്മുടെ ലാസ്റ്റ് ഡിമാൻഡ് ഈക്വൽ ടു ബി പി മൈനസ് എ മൈനസ്, ഈ സാധനം നിങ്ങൾ വേറെ എവിടെ പഠിച്ച ഓർമ്മയുണ്ട? ക്യൂ ഈക്വൽ ടു എ മൈനസ് ബി പി, ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി പി ബൈ ക്യൂ എന്ന് പറഞ്ഞിട്ടും ഈ ഇക്വേഷൻ എഴുതാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ലീനിയർ ഡിമാൻഡ് കർവ് ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 30 മൈനസ് ബി പി, പ്രൈസ് ഈക്വൽ ടു 6. നമുക്ക് എയും ബിയും ഒന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം ക്യൂ ഈക്വൽ ടു 30 മൈനസ് 3p തന്നിട്ടുണ്ടെങ്കിൽ 30 ആണ് എ, 3 ആണ് ബി എന്ന് നമുക്കറിയാം അല്ലേ? ഇക്വേഷൻ അങ്ങനെ ആയതുകൊണ്ട്. സോ 30 ആണ്, 3 ആണ്. ഈ ഡാറ്റ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷനിൽ നേരിട്ട് എഴുതിയാൽ മാത്രം മതി. ഇതിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത. ഒന്ന് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോമെട്രിക് മെഷറാണ്. ജിയോമെട്രിക് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ലൈവ് സെഷനിൽ ഇതിന്റെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് മുന്നത്തെ റിവിഷൻ എടുത്തൊന്ന് നോക്കിയാൽ മതി, അത് ക്ലിയർ അല്ലെങ്കിൽ. പക്ഷെ ഇത് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോവർ സെഗ്മെന്റ് ബൈ അപ്പർ സെഗ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്നേക്ക് 4 സെന്റിമീറ്റർ ലോവർ ഡിവൈഡ് ബൈ അപ്പർ 4, അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇത് 4 സെന്റിമീറ്റർ ആണ്, അപ്പോൾ ഇവിടെ 2 ആയിരിക്കില്ലേ വരാം. അപ്പോൾ ലോവർ സെഗ്മെന്റ് ഇസ് 2, അപ്പർ സെഗ്മെന്റ് ഇസ് ഇവിടെ വരെ 4, 5, 6. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇത് ലെസ് ദാൻ 1 വന്നു. ഓക്കെ, ഒന്ന് മേലെ ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 4ഉം 2ഉം 6/2 വരും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 വന്നില്ലേ? അപ്പോൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജോമെട്രിക് മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ജോമെട്രിക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക. നടുവിൽ എപ്പോഴും 1 ആയിരിക്കും, പിന്നെ താഴെ ലെസ് ദാൻ 1 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച തന്നെ ഇവിടെ എന്തായിരിക്കും? നമുക്ക് ഇൻഫിനിറ്റി ആയിരിക്കും. പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോമോഡിറ്റി പ്രൈസ് ഇൻറ്റു കോമോഡിറ്റി ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 3 കൊമോഡിറ്റീസിനെ നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് 10 നിന്ന് 20 ആയി ഇൻക്രീസ് ചെയ്തു. അപ്പം നമുക്ക് വന്ന ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? പി ഇൻറ്റു ക്യൂ അല്ലേ? അപ്പോൾ നമ്മൾ 60, ഈ സാധനം നമ്മൾ നോക്കണ്ട കേട്ടോ. 60ഉം 100ഉം ആണ്. അടുത്തതിൽ വന്ന 120ഉം 120 ആണ്. അടുത്തതിൽ 100ഉം 60 ആണ്. അപ്പോൾ 60 to 100 എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടിയപ്പം നമ്മൾ എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, പ്രൈസ് കൂടിയപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ സെയിം ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. പ്രൈസ് കൂടിയപ്പം നമ്മൾ ഇലാസ്റ്റിസിറ്റി ഇവിടെയാണ്. ഓക്കെ, പ്രൈസ് കൂടിയപ്പം നമുക്ക് ശരിക്കും എന്താ സംഭവിക്കേണ്ടത്? നമ്മളെ എക്സ്പെൻഡിച്ചർ കുറയണം. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 1, ഇത് ലെസ് ദാൻ 1. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ ഇക്വേഷൻ ഈ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇലാസ്റ്റിസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ലക്ഷറി ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോൾ വാങ്ങിക്കേണ്ട പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കാം പ്രൈസ് കൂടുമ്പോൾ. സോ ഇലാസ്റ്റിക് ആണ്. നെസസറി ആണെങ്കിൽ പ്രൈസ് കൂടിയാൽ നമ്മൾ വാങ്ങിച്ചേ പറ്റുള്ളൂ. സോ ഇനി ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി എത്ര നമ്മൾ അതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൽ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഇലാസ്റ്റിക് ഡിമാൻഡ് കിട്ടാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ഡ്രോയിങ് എ ഡിമാൻഡ് കർവ് all but one of the followings are kept constant. ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത് ഒഴികെയുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്താ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത്? ഡിമാൻഡ് കർവിൽ നമ്മൾ എന്തിൻ്റെ റിലേഷൻഷിപ്പാണ്? പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റിയുടെ റിലേഷൻഷിപ്പാണ് ഇതിൽ പഠിക്കുന്നത് അല്ലേ? ഇതല്ലാതെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രൈസ് ഓഫ് കമോഡിറ്റി അത് നമുക്ക് മാറും. പ്രൈസ് ഓഫ് അതർ കമോഡിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻകം ഓഫ് കൺസ്യൂമർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഇതാ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. സോ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ പൈസ ഇൻകം കൂടുമ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിക്കുന്നത് അല്ലേ? യൂസ്ഡ് കാറൊക്കെ പോലത്തെ. റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഇൻകം കൂടുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എന്താവുന്നത്? ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന നമ്മൾ ക്വാണ്ടിറ്റി
വാങ്ങിക്കുന്ന എന്തായിരിക്കും, കുറയും അല്ലേ. സോ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിന് നമ്മൾ എന്ത് പേര് പറയുന്നു പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ ആണ്, ഡിമാൻഡ് ഫോൾസ് ഫ്രം 100 to 75 യൂണിറ്റ്സ്, പ്രൈസ് 10 to 15, ഡിമാൻഡ് 100 to 75. ഓക്കെ, ആദ്യത്തെ പ്രൈസ് 10 ആണ്. സോ P = 10, ചേഞ്ച് ഇൻ P = ഡിഫറൻസ് 5. Q = 100 എന്നാണ് മാറിയത്. സോ 100, ചേഞ്ച് ഇൻ Q = 25 അല്ലേ, ഡിഫറൻസ് 25. സോ നമ്മുടെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ 25/100 ഇൻറ്റു എന്താ വരുന്നത് 10/5 ആണ്. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരാം, ഇതിവിടെ 5 വരും. ഓക്കെ, 1/50 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നത് നോക്കിയാലോ. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി, 25/100 ഇൻറ്റു പ്രൈസ് എത്രയാ 10, ചേഞ്ച് ഇൻ പ്രൈസ് 5. ഇവിടെ 5 വന്നു, ഇതും കട്ട് ചെയ്തു. സോ 5/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, 0.5 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ ഓഡ് വൺ, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓഡ് വൺ ഏതാണ്? ബ്രെഡ് ബട്ടർ, പെൻ ആൻഡ് ഇങ്ക്, ബട്ടർ ആൻഡ് ജാം, ടെന്നീസ് ബോൾ ആൻഡ് ടെന്നീസ് റാക്കറ്റ്. ഇപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഗുഡ്സ് തന്നു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 2 ഒരുമിച്ച് യൂസ് ചെയ്യുന്ന, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം ഒന്ന്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്താണ് അപ്പോൾ? ബ്രെഡും ബട്ടറും ഒരുമിച്ചല്ല യൂസ് ചെയ്യാം നമ്മൾ. സോ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. പെന്നും ഇങ്കും നമ്മൾ ഒരുമിച്ചല്ല യൂസ് ചെയ്യുക, കോംപ്ലിമെൻ്ററി. ബട്ടറും ജാമും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണോ? അല്ല. ടെന്നീസ് ബോളും ടെന്നീസ് റാക്കറ്റും നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. സോ ബട്ടർ ആൻഡ് ജാമാണ്, ബാക്കിയെല്ലാം കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. ഇനി ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? എന്താ ലോ ഓഫ് ഡിമാൻഡ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സിൽ നമുക്ക് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന്, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയണം. സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ആൾക്കാർ വാങ്ങിക്കുന്നത്? എനിക്ക് വലിയ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനമാണ് അല്ലേ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സിൽ പ്രൈസ് കൂടുമ്പോൾ അല്ലേ ആൾക്കാർ വാങ്ങിക്കാം. അപ്പോൾ അല്ലേ എനിക്ക് പൈസക്കാരനാണെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. സോ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്താ കൂടല്ലേ ചെയ്യുന്നത്. സോ ഡിമാൻഡ് ഫോർ ദിസ് ഗുഡ്സ് ഇൻക്രീസസ് ആസ് പ്രൈസ് ഇൻക്രീസസ്. ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് ഇതിൽ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ്, ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Q = എന്തായിരുന്നു ഡിമാൻഡ് ഫംഗ്ഷൻ? Q = A - BP. ഇറ്റ് ഈസ് എ ഫ്രീ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? P = 0 ആണ്. ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ Q = 30 - 2 × 0. സോ Q = എത്ര ആയിരിക്കും? 30 ആയിരിക്കും അല്ലേ, റൈറ്റ്. ഇങ്ങനെ ചിലപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ഇവിടെ പിന്നെയും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി പ്രൈസ് 2? Q = 10 - 3P. P 2 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 - 3 × 2. ഓക്കെ, സോ 10 - 6 ദാറ്റ് ഈസ് 4 ആണ് നമ്മുടെ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൈസ് 2 തന്ന്, പ്രൈസ് = 2 ആണ്, ക്വാണ്ടിറ്റി = 4 ആണ്. ഓക്കെ, ബട്ട് വേറെ ഡാറ്റ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 4/2 ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ചേഞ്ച് ഇൻ പ്രൈസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ 2 ആണ്. സോ 2 ആണ് നമ്മുടെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ 2 ആണ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് പറയും. നെക്സ്റ്റ്, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നതിന് ഇപ്പോൾ കോഫിയും ടീയും മാറി നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. പെൻ ആൻഡ് ഇങ്ക് നമുക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച് യൂസ് ചെയ്യണം. സോ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. ബ്രെഡും ജാമും നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. നെക്സ്റ്റ്, സ്കൂട്ടർ ആൻഡ് പെട്രോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച് യൂസ് ചെയ്യണം. സോ അതിന് നമ്മൾ എന്ത് പറയും? കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഷൂസും ചപ്പലും ഒരുമിച്ച് യൂസ് ചെയ്യണതാണോ? അല്ല. സോ വേറെ ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. എയർപ്ലെയിൻ ആൻഡ് ട്രെയിൻ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണോ? അല്ല. ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യുന്നതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. ഇനി ട്രൂ ഓഫ് ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഡിമാൻഡ് കർവ് ഇസ് ജനറലി സ്ലോപ്പിംഗ് അപ്വേർഡ്. അല്ല അല്ലേ, എന്താണ്? ഡൗൺവേർഡ്സ് ആണ്, ഫോൾസ് ആണ്. ഡിമാൻഡ് ഫോർ കോസ്മെറ്റിക്സ് ഇസ് ഇലാസ്റ്റിക്സ്. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആണെന്ന് അറിയാൻ പ്രൈസ് മാറുമ്പം ക്വാണ്ടിറ്റി മാറുമെന്ന് നോക്കിയാൽ മതി. ക്വാണ്ടിറ്റി മാറൂല്ലേ കോസ്മെറ്റിക്സിൻ്റെ കേസിൽ? നെസസറി ഒന്നല്ലല്ലോ. സോ ട്രൂ ആണ്. യൂട്ടിലിറ്റീസ് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. അതെ അല്ലേ, ട്രൂ ആണത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ ഇൻഫീരിയർ ഗുഡ്സ്? എന്താണ്?
നമ്മുടെ കയ്യിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നതിന് ഇൻഫീരിയർ ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ യൂസ്ഡ് കാർസ്. എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് എഴുതാം, അതിൻ്റെ എക്സാമ്പിൾ എഴുതി കൊടുത്താൽ മതി. ഇനി കൺസ്യൂമറിൻ്റെ ഇൻകം 100 ആണ്, 2 ഗുഡ്സ് പർച്ചേസ് ചെയ്യണം, അതിന് 20ഉം 10ഉം ആണ്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് ചോദിക്കുന്നത്. ബഡ്ജറ്റ് ലൈനും ബഡ്ജറ്റ് സെറ്റും. ബഡ്ജറ്റ് ലൈൻ ആണെങ്കിൽ P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M ആണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ P എത്രയാണ് വന്നിരിക്കുന്നത്? 20. അപ്പോൾ 20x1 പ്ലസ് 10x2 ഈക്വൽ ടു M എത്രയാ? 100. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഹൗ മച്ച് ഓഫ് എക്സ് ക്യാൻ ബി ബൈ ഇഫ് ഈ സ്പെൻഡ് എൻ്റയർ ഇൻകം ഓൺ ഗുഡ് എക്സ്. മൊത്തം പൈസക്കും നമ്മൾ എക്സ് വാങ്ങിക്കുവാണ്. എക്സിൻ്റെ പൈസ എത്ര? 20. അപ്പോൾ 100 റുപ്പീസിന് എക്സ് മാത്രം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് എത്ര വാങ്ങിക്കാം? 5 എണ്ണം വാങ്ങിക്കാം അല്ലേ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഹൗ മച്ച് ഗുഡ് വൈ ക്യാൻ ഈ സ്പെൻഡ് എൻ്റയർ ഇൻകം. അപ്പോൾ വൈയുടെ പൈസ എത്രയാണ്? സോറി, ഓക്കെ, 100 ഡിവൈഡ് ബൈ 10 രൂപയുടെ സാധനം എത്ര എണ്ണം നമുക്ക് വാങ്ങിക്കാം? 10 എണ്ണം വാങ്ങിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, എ ഫ്യൂ ഗുഡ്സ് ആർ ഗിവൺ ബിലോ, സ്റ്റേറ്റ് വെദർ ദ ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് ഇസ് ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്. അതാണ് ചോദിച്ചിരിക്കുന്നത്. വെച്ചാൽ പ്രൈസ് മാറുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറുമോ ഇല്ലയോ നോക്കിയാൽ മതി. റൈസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങിച്ചേ പറ്റൂ, നെസസറി ആണ് അല്ലേ? സോ പ്രൈസ് മാറും, ഡിമാൻഡ് മാറില്ല, സോ ഇൻഇലാസ്റ്റിക് ആണ്. കാറ് നമുക്ക് പ്രൈസ് കൂടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാൻ വെക്കാം, സോ ഇൻഇലാസ്റ്റിക് ആണ്. സോൾട്ട് ആണെങ്കിലും നമ്മൾ വിലയിൽ വലിയ വ്യത്യാസമില്ലാത്ത സാധനമാണ്. സോ നമ്മൾ പ്രൈസ് മാറിയാലും ക്വാണ്ടിറ്റി വ്യത്യാസമൊന്നും വരണില്ല, നമ്മൾ വാങ്ങിക്കുന്ന സെയിം തന്നെ വാങ്ങിക്കും, സോ ഇൻഇലാസ്റ്റിക്. ലൈഫ് സേവിങ് ഡ്രഗ്, ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, സോ പ്രൈസ് കൂടിയാലും നമ്മളത് വാങ്ങിക്കും, സോ ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് കൂടിയാലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇൻഇലാസ്റ്റിക്, വാങ്ങിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻഇലാസ്റ്റിക്. കമ്പ്യൂട്ടർ വേണമെങ്കിൽ അതിൻ്റെ പൈസ കൂടിയാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാൻ വെക്കാം, സോ ഇലാസ്റ്റിക് ആണ്. ഇലക്ട്രിസിറ്റിയുടെ കേസിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി പൈസ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും സാധനം അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, സോ അതെന്താണ്? ഇൻഇലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. ഇന്ന് നമുക്ക് ഇത്രയും ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിൽ ഈ ടോപ്പിക്സ് നിങ്ങൾ നല്ലപോലെ കവർ ചെയ്യുക. അത് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കാം. ഇപ്പോൾ 2 ചാപ്റ്റർ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ 3 ചാപ്റ്ററേ ഉള്ളൂ എക്സാമിന്. ഇപ്പോൾ 2 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഇന്ന് ഉറങ്ങാനായില്ലല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 ചാപ്റ്റർ നല്ലപോലെ റിവൈസ് ചെയ്യുക. ഇപ്പോഴത്തെ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ മുന്നത്തെ ലൈവ് എടുത്ത് നോക്കിയാലും മതി. സെയിം ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ എല്ലാവരും ഓൾറെഡി അതൊക്കെ പഠിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അത് ഓക്കെ, അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ ലൈവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് എല്ലാവരും ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കിടന്നുറങ്ങാം. അപ്പോൾ ഈ 2 ചാപ്റ്റർ നമുക്ക് തറവായിരിക്കും. നാളെ എന്ത് ചെയ്യാം, നമുക്ക് 3ാമത്തെ ചാപ്റ്റർ കൂടി രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കിയിട്ട് ഉച്ചക്ക് പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.